She is the solitary boast of the taint humanity. ഷീ ഈസ് ദ സോളിറ്ററി ബോസ്റ്റ് ഓഫ് ദ ചെയിൻഡ് ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ പരിശുദ്ധ മറിയത്തിന്റെ യോഗ്യത അല്ലെങ്കിൽ സഭ കൊടുക്കുന്ന വലിയ വണക്കം എന്ന് പറയുന്നത് നമുക്കറിയാം. മാലാഖമാരെക്കാളും മുകളിലാണ് പരിശുദ്ധ മറിയത്തിന് സഭ കൊടുക്കുന്ന വണക്കം. അതാണ് വണക്കം, അല്ലെങ്കിൽ നമ്മൾ ഈ വിശുദ്ധരോടുള്ള നമ്മുടെ ആ ഒരു വണക്കത്തിന് വലിയ കാരണം. കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കുറേയധികം നമ്മുടെ ബ്രഹ്മവരത്തിന്റെ യൂത്ത് മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള കുറേയധികം കൂട്ടുകാരുടെ ഉണ്ട്. നമ്മൾ അറിഞ്ഞിട്ടുള്ളതും നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണല്ലോ പരിശുദ്ധ അമ്മ. നമുക്കറിയാം, ഒരു കുഞ്ഞിന്റെ വളർച്ചയിൽ അമ്മയ്ക്കുള്ള സ്ഥാനം എന്തുകൊണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പനുള്ള റോളിനേക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് അമ്മയ്ക്കുള്ള റോള്. അത് ശാരീരികമായിട്ടുള്ള വളർച്ചയിൽ, ഇതുപോലെ തന്നെയാണ് ആത്മീയമായിട്ടുള്ള വളർച്ചയിലും ഒരു അമ്മയുടെ റോള് ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് കത്തോലിക്ക സഭയിൽ പരിശുദ്ധ അമ്മയോടുള്ള വണക്കം, ബഹുമാനം, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കുന്ന ആ ഒരു വലിയ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കണമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ ആത്മീയ വളർച്ചയിൽ അമ്മമാർക്ക് ഒത്തിരി വലിയ റോള് ചെയ്യാനുണ്ട്. അപ്പൊ അത് എന്താണെന്ന് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒത്തിരി എന്നാ ഷെയറിങ് മോഡിലല്ല, കുറച്ചും കൂടെ നമ്മുടെ സഭയെ എന്താണ് മറിയത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത്, എന്തിനാണ് മറിയത്തെ വണങ്ങുന്നത്, എങ്ങനെയാണ് വണക്കം എന്നൊക്കെയുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ആ ഒരു രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. ഈശോ അമ്മയെക്കുറിച്ച് പറഞ്ഞേക്കുന്ന, അല്ലെങ്കിൽ ദൈവവചനം അമ്മയെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാവുന്ന പോലെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവളെന്നാണ്. മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് മൗനമായി കഴിഞ്ഞുകൂടി, അല്ലെങ്കിൽ ഏകാഗ്രമായി കഴിഞ്ഞുകൂടി എന്നാണ് പറയുന്നത്. അപ്പൊ അത് വചനത്തെ ഹൃദയത്തിൽ സംഭവിച്ചവൾ എന്ന അർത്ഥത്തിലാണ്. അതായത് ഈശോയാകുന്ന വചനത്തെ ഉദരത്തിൽ സംഭവിച്ചു, അതുപോലെ തന്നെ ഈശോയാകുന്ന വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അമ്മ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പൊ അമ്മയുടെ വലിയൊരു മഹത്വം നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് അമ്മയോടുള്ള ഇഷ്ടം കൂടും, അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. അപ്പൊ അതിനുള്ള അവസരമാവട്ടെ ഇതെന്ന് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇംഗ്ലീഷ് പോയറ്റ് ആണ് വില്യം വേർഡ്സ്വർത്ത്. വില്യം വേർഡ്സ്വർത്ത് അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ, എനിക്ക് തോന്നുന്നത് ദ വിർജിൻ എന്നൊരു കവിതയാണ്. ഞാൻ കവിത വായിച്ചിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു കൊട്ടേഷൻ പറയാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ആ കവിതയിൽ ഇപ്രകാരം മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഷീ ഈസ് ദ സോളിറ്ററി ബോസ്റ്റ് ഓഫ് ദ ടൈൻഡ് ഹ്യൂമാനിറ്റി. ഷീ ഈസ് ദ സോളിറ്ററി ബോസ്റ്റ് ഓഫ് ദ ടൈൻഡ് ഹ്യൂമാനിറ്റി എന്ന് വെച്ചാൽ പാപം നിറഞ്ഞ കളങ്കിതമായിട്ടുള്ള മനുഷ്യകുലത്തിന്റെ ഏക അഭിമാനമാണ് പരിശുദ്ധ മറിയം. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും പാപമുള്ളവരാണ്, അല്ലെ പാപത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചായ്വ് പേറുന്നവരാണ്. അങ്ങനെ നമുക്ക് പാപമംഗലമായിട്ടുള്ള കളങ്കിതമായിട്ടുള്ള നമ്മുടെ മനുഷ്യകുലത്തിന് ഏക അഭിമാനമാണ്. അതായത് നമ്മൾക്ക് സ്വയം അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചേച്ചി, ഒരമ്മ, ഒരു സ്ത്രീ പാപത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു അംശം പോലും ഇല്ല എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളെ ഇന്ത്യൻ വേർഡ്സ് ഓഫ് ഇങ്ങനെ വിളിക്കുന്നത് ഷീസ് ദ സോളിറ്ററി ബോസ്റ്റ്, അഭിമാനം ഓഫ് ദ ടൈൻഡ് ഹ്യൂമാനിറ്റി. അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിന് മാത്രം അവകാശപ്പെടാവുന്ന കുറച്ചധികം കാര്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കണം. അത് ഒന്നാമതായിട്ട് പരിശുദ്ധ മറിയത്തിന്റെ യോഗ്യത, അല്ലെങ്കിൽ സഭ കൊടുക്കുന്ന വലിയ വണക്കം എന്ന് പറയുന്നത് നമുക്കറിയാം. മാലാഖമാരെക്കാളും മുകളിലാണ് പരിശുദ്ധ മറിയത്തിന് സഭ കൊടുക്കുന്ന വണക്കം. വിശുദ്ധന്മാരെക്കാളും മാലാഖമാരെക്കാളും. അത് പറയുമ്പോൾ നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും പെന്തക്കോസ്ത സമൂഹത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഇതര ക്രൈസ്തവ സമൂഹങ്ങളിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ നമ്മളെ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് മറിയത്തെ ആരാധിക്കുന്നത്, മറിയത്തെ ദൈവമായിട്ട് കരുതുന്നത് എന്തിനാണ്, അല്ലെ മറിയം ആരാണ്, ശരിക്കും എത്രമാത്രം റോൾ മറിയത്തിന് കൊടുക്കേണ്ടതുണ്ടോ എന്നൊക്കെ. അപ്പൊ നമ്മൾ തിരിച്ചറിയണം, നമുക്ക് പറയാൻ ഉത്തരം ഉണ്ടായിരിക്കണം. കത്തോലിക്കര് മറിയത്തെ ആരാധിക്കുന്നില്ല, മറിയത്തെ എങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് അറിയണം. അത് മറിയത്തിന് കൊടുക്കുന്ന വണക്കമാണ്. ആരാധന ദൈവത്തിന് മാത്രമാണ്, ഈശോയ്ക്ക് മാത്രമാണ്, ത്രിയേക ദൈവത്തിന് മാത്രമാണ്. അതിന് നമുക്ക് പരമോന്നമായ ആരാധന, അല്ലെങ്കിൽ ലാത്രിയ എന്നൊരു വാക്കുണ്ട്. ലാത്രിയ വാക്ക് ഓർത്തിട്ടും കുഴപ്പമില്ല. അതാണ് ദൈവത്തിന് കൊടുക്കുന്ന ആരാധന എന്ന് പറയുന്നത്. എന്നാൽ മറിയത്തിന് കൊടുക്കുന്നത് ഉന്നതമായ വണക്കമാണ്. എന്താണ് ആരാധനയും വണക്കം തമ്മിലുള്ള വ്യത്യാസം എന്ന് അറിഞ്ഞിരിക്കണം. ആരാധന വണക്കം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാധന എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ, നമ്മൾ ആരാധിക്കുന്ന വ്യക്തിയെ നമ്മുടെ സർവസ്വവുമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു, നമ്മുടെ സർവ്വതും അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു. സമ്പൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ രക്ഷകനും നാഥനുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ശരണപ്പെടുവാണ്. ആ
വ്യക്തിയിലാണ്, അല്ലെങ്കിൽ ആ നമ്മൾ ആരാധിക്കുന്ന എന്തിനാണ് അതാണ് നമ്മുടെ രക്ഷയ്ക്ക് കാരണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്നാൽ വണക്കം അങ്ങനെയല്ല. വണക്കം എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ റോൾ മോഡൽ. ഈശോയാകുന്ന വചനത്തെ, അല്ലെങ്കിൽ ഈശോയുടെ വചനത്തെ കുറച്ചും കൂടെ നന്നായിട്ട് ജീവിച്ച, കുറച്ചും കൂടെ നന്നായിട്ട് ആ, എന്താ പറയാ, ഈ ഭൂമിയിൽ സ്വീകരിച്ച, കേട്ട, ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ച് ജീവിച്ച വ്യക്തിയെ അതേ വചനം അനുസരിക്കാൻ, അതേ വചനം പിന്തുടരാനും ആഗ്രഹിക്കുന്ന കുറച്ചു പേർ പിന്തുടരുന്നു, ഫോളോ ചെയ്യുന്നു, അവരുടെ മാതൃക എടുക്കുന്നു, അതിന് നമ്മൾ അവരുടെ സഹായം അപേക്ഷിക്കുന്നു. അതാണ് വണക്കം, അല്ലെങ്കിൽ നമ്മൾ ഈ വിശുദ്ധരോടുള്ള നമ്മുടെ ആ ആ ഒരു വണക്കത്തിന് പിന്നിലെ കാരണം. അങ്ങനെ നോക്കുമ്പം ഈ വിശുദ്ധരിൽ ഏറ്റവും മനോഹരമായിട്ട് ഈശോയുടെ വചനം പാലിച്ചത് പരിശുദ്ധ അമ്മയാണ്. അതുകൊണ്ട് മറിയത്തിന് കൊടുക്കുന്ന വണക്കത്തെ സഭ വിളിക്കും ഹൈപ്പർ ഡൂലിയ എന്നൊരു വാക്കുണ്ട്. ഹൈപ്പർ ഡൂലിയ, അല്ലെങ്കിൽ ഏറ്റവും അത്യുന്നതമായ വണക്കം എന്ന് പറയും. അത്യുന്നതമായ വണക്കം, ഹൈപ്പർ ഡൂലിയ. ഇപ്പൊ ലാത്രിയ ദൈവത്തിന് ആരാധന കൊടുക്കുന്നു, അതിന് തൊട്ട് താഴെ വരുന്നതാണ് ഹൈപ്പർ ധൂളിയ എന്ന് പറയും. ഹൈപ്പർ ധൂളിയ. ഈ ഹൈപ്പർ ധൂളിയ മറിയത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. മാലാകമാരെക്കാളും മുകളിലാണ് മറിയത്തിന് കൊടുക്കുന്ന സ്ഥാനം. അതിന് താഴെ യൂസപിതാവിന് കൊടുക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അത് പ്രോട്ടോ ധൂളിയ എന്നുള്ളതാണ്. അത് നമുക്ക് പോട്ടെ, നമുക്കത് കുഴപ്പമില്ല, നമ്മൾ അതിനെക്കുറിച്ച് ഇപ്പം ചർച്ച ചെയ്യുന്നില്ല. പിന്നെ സാധാരണ വിശുദ്ധർക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ധൂളിയ എന്ന രീതിയിൽ വണക്കം. അപ്പൊ നമ്മൾ പറയുന്ന മറിയത്തിന് പരിശുദ്ധ സഭ നൽകുന്ന സ്ഥാനത്തെ വളരെ വലുതാണ്. ആരാധനയല്ല നമ്മൾ തിരിച്ചറിഞ്ഞു. പക്ഷെ മറിയത്തിന് കൊടുക്കുന്ന അത്യുന്നതമായ വണക്കം ഹൈപ്പർ ധൂളിയ, അത് നമുക്ക് ഓർത്തിരിക്കണം. അത് കൊടുക്കാൻ ഒറ്റ കാരണം, ഒന്നാമത്തെ കാരണം, മനുഷ്യന്റെ ചരിത്രത്തില് ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ള, ഒരിക്കലും ആവർത്തനമില്ലാത്ത, സമാനതകളില്ലാത്ത ഒരു സംഭവം നടന്നു. പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ പുത്രൻ തമ്പുരാൻ വചനം മാംസമായിട്ട്, അല്ലെങ്കിൽ വചനം ആയിട്ടുള്ള അവൻ മാംസം ധരിച്ച് നമ്മുടെ കൂടെ വന്നു, അല്ലെങ്കിൽ നമ്മളിൽ ഒരുവനെ പോലെ ആയി. അപ്പം അന്ന് ആ മാംസം ധരിക്കാൻ അവന് ഒരു മനുഷ്യ ശരീരം ആവശ്യമായിരുന്നു, ഒരു അമ്മയുടെ ഉദരം ആവശ്യമായിരുന്നു. അപ്പോൾ തന്റെ പുത്രനെ, പരിശുദ്ധനും പരമപരിശുദ്ധനും മാലാകമാരുടെ സ്തുതിയുടെ മേലെ വസിക്കുന്നവനുമായ അവനെ വഹിക്കാൻ പറ്റിയ ഉദരമെന്ന് ദൈവം ചൂസ് ചെയ്ത ഉദരം പരിശുദ്ധ മറിയത്തിന്റെ ആയിരുന്നു. അതാണ് മറിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സഭ എന്തുകൊണ്ടാണ് ഇത്രയും അത്യുന്നതമായ വണക്കം മറിയത്തിന് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം തന്റെ പുത്രനെ വസിക്കാൻ കണ്ടെത്തിയ ഉദരം അത് മറിയത്തിൻ്റെതായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ വചനമാകുന്ന ദൈവത്തിന് ഒരു ഉദരം ആവശ്യമായിരുന്നു, ഒരു ശരീരം ആവശ്യമായിരുന്നു. മനുഷ്യ ശരീരം എടുക്കുമ്പോൾ ഈശോയ്ക്ക് ആവശ്യമായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ചർമ്മവും ചോരയും മറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും രൂപം കൊള്ളാൻ ഒരു ശരീരം ആവശ്യമായിരുന്നപ്പോൾ അതിനെ യോഗ്യമെന്ന് ദൈവം കണ്ടെത്തിയത് പരിശുദ്ധ മറിയത്തെയായിരുന്നു. അതുകൊണ്ട് പരിശുദ്ധ മറിയം ദൈവത്തിന്റെ കണ്ണിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു എന്ന് മനസ്സിലാക്കണം. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറിയമാണ്. ഏറ്റവും മനോഹരമായ സൃഷ്ടി. മനുഷ്യനാണ് സൃഷ്ടിയുടെ മകുടം എന്നറിയാം. ആ മനുഷ്യരിൽ തന്നെ ഏറ്റവും മനോഹരമായ സൃഷ്ടി അതൊരു പുരുഷനല്ല, അതൊരു സ്ത്രീയാണ്, അതൊരു അമ്മയാണ്, അത് മറിയമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, മറിയത്തിന്റെ സ്ഥാനം വളരെ 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 വലുതാണ്. നമ്മൾ യുവജനങ്ങളൊക്കെ ആയിരിക്കുന്ന സമയത്ത് അമ്മയോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരിക്കേണ്ടതിന്റെ ഒരു കാരണം, അമ്മയ്ക്ക് നമ്മളെ ഒത്തിരി ഇഷ്ടമാണ്, നമ്മളെ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അത് ഞാൻ ഏറ്റവും അവസാനത്തേക്ക് പറയാം അമ്മയുടെ ദൗത്യത്തെ കുറിച്ച്. മറിയത്തെ കുറിച്ച് നമ്മൾ വീണ്ടും തുടർന്ന് ചിന്തിക്കുകയാണ് നമ്മള്. അപ്പം മറിയം ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും യോഗ്യ എന്ന് കണ്ടെത്തി ദൈവം തന്റെ പുത്രന് ജന്മം കൊടുക്കാൻ സെലക്ട് ചെയ്തവൾ, ചൂസ് ചെയ്തവൾ മറിയം. അതുകൊണ്ട് അതാണ് മറിയത്തിന് ഒന്നാമത്തെ സ്ഥാനം. ഇനി ഇങ്ങനെ മറിയത്തിന് ദൈവം ചൂസ് ചെയ്തപ്പോൾ മറിയം ആ ദൈവത്തോട് എത്രമാത്രം സ്നേഹത്തോടെ സ്വയം സമർപ്പിച്ചു എന്നൊക്കെ വചനത്തിലൂടെ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മൾ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാളൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖ ഈശോയുടെ ജനനത്തെക്കുറിച്ച് മറിയത്തിന്റെ പക്കൽ വന്ന് പറയുന്നത്. നമുക്കിത് മംഗളവാർത്തയാണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മംഗളകരമായ കർമ്മം നടക്കാൻ പോവാണ്. പക്ഷെ മറിയത്തിന് ആ വാർത്ത തൊട്ട് അങ്ങോട്ട് മംഗളകരമല്ലായിരുന്നു നമുക്കറിയാം. അന്ന് തൊട്ട് മറിയത്തിന്റെ ജീവിതത്തിൽ സങ്കടങ്ങളാണ്, അല്ലെ? തൊട്ടടുത്ത ദിവസം വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന പുരുഷൻ അവളെ സംശയിക്കുന്നു, അവള് വ്യഭിചാരം ചെയ്തു എന്ന് സംശയിക്കുന്നു, അവളെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നു. പിന്നെ അത് ദൈവം തന്നെ ഇടപെട്ട് അത് മാറ്റുന്നു. പിന്നീട് ഈശോയുടെ ജനനം വളരെ കഷ്ടത നിറഞ്ഞു, നിറവയറുമായിട്ട് വലിയ ദൂരയാത്ര ചെയ്യുന്നു, ഈജിപ്തിലേക്കുള്ള പലായനം, ഈശോയെ കൊല്ലുമെന്നുള്ള പേടി,
പിന്നെ സാധാരണ ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ, ഇനി അവസാനം ഈശോയുടെ കുരിശുമരണവും അതിനിടയ്ക്ക് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ നേരിടുന്ന സഹനങ്ങളൊക്കെ അമ്മയുടെ സഹനങ്ങളാണ്. അപ്പം അമ്മയുടെ ഭൗമിക ജീവിതം അത്ര സന്തോഷം നിറഞ്ഞൊരു കാര്യമല്ലായിരുന്നു. അമ്മയുടെ ഭൗതിക ജീവിതം നമ്മൾ ഇന്ന് അമ്മയോടൊക്കെ പ്രാർത്ഥിക്കുകയും നമ്മുടെ വീടുകളിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുകയും കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അമ്മയുടെ ചിത്രങ്ങൾ പോലും അമ്മ വളരെ സ്വർഗീയ മഹത്വത്തിൽ വളരെ പ്രഭയോടുകൂടി നമ്മൾ പാടുന്നത് പോലെ സൂര്യനെ ഉടയാടിയാക്കിയ, അല്ലെങ്കിൽ പാദത്തിൽ ചന്ദ്രനെ പാദപീഠമാക്കിയ, നക്ഷത്രങ്ങളിലും മുടിയുണ്ട അങ്ങനെ വളരെ ശോഭയേറിയ ഒരു മറിയത്തെക്കുറിച്ച് നമ്മൾ വ്യാഖ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഇവരുടെ ഈ സ്വർഗീയ ജീവിതത്തിന് പിന്നിൽ ഇവൾക്കൊരു ഭൗമിക ജീവിതം ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയും കടന്നു പോകാൻ ആഗ്രഹിക്കാത്ത, ഒരു സ്ത്രീ ഇതുവരെ കടന്നു പോയിട്ടില്ലാത്ത അത്രമാത്രം വേദനകളും തിരസ്കരണങ്ങളും കഷ്ടപ്പാടുകളും സങ്കടങ്ങളും നിറഞ്ഞ ഒരു ജീവിതം പരിശുദ്ധ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആ സങ്കടങ്ങളെയും ആ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിച്ചതും, ദൈവഹിതത്തിന് ദൈവവചനത്തോട് ഒരു മറുതലിപ്പ് പോലും കാണിക്കാതെ ആമേൻ എന്ന് പറഞ്ഞതും അമ്മയ്ക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്വർഗീയ ഒരു അനുഭവം നൽകി എന്നുള്ളതാണ്. അപ്പൊ നമ്മള് അമ്മയുടെ ഈ സ്വർഗീയ ജീവിതത്തെക്കുറിച്ച്, ഈ പ്രഭയേറുന്ന ജീവിതത്തെക്കുറിച്ച് ഒത്തിരി വാചാലമാവുകയും, അമ്മ വളരെ ശക്തയാണ്, വളരെ പവർഫുൾ ആണ്, അമ്മയോട് പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, അവളുടെ ഭൗമിക ജീവിതത്തെ അവൾ അങ്ങനെ വളരെ മനോഹരമായിട്ട് ദൈവത്തിന്റെ പദ്ധതിയോട് ചേർത്ത് മനസ്സിലാക്കിയെന്നുള്ളത്. നമുക്കത് താല്പര്യം വളരെ കുറവായിരിക്കും. അമ്മയുടെ ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ സങ്കടങ്ങളും സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ അത് മാറാനായിട്ട് ഇതേ അമ്മയുടെ അടുത്ത് ചെല്ലും. ഞാൻ ഓർക്കുകയാണ്, കുരിശിന്റെ വഴി നമ്മുടെ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിക്കുന്ന അവസരമായിരുന്നല്ലോ, പീഡാനുഭവ വെള്ളിയും ഒക്കെ. കുരിശിന്റെ വഴിയുടെ 13-ാമത്തെ സ്ഥലത്ത് നമ്മൾ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നുണ്ടല്ലേ. ഈ ഈശോയുടെ ചേതനേറ്റ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തി അമ്മ ഇങ്ങനെ വളരെ സങ്കടത്തോടുകൂടി ഇരിക്കുന്ന പിയത്ത ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പൊ ഈ നമ്മൾ പലപ്പോഴും നമ്മുടെ സഹനങ്ങളും വേദനകളും രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മ ഇത് മാറണം, അത് മാറി തരണം, നമ്മുടെ ജോലിക്ക് തടസ്സം ഉണ്ടാകും, അങ്ങനത്തെ നമ്മുടെ വേദനകളൊക്കെ അമ്മയുടെ അടുത്ത് പോകണം. അമ്മയുടെ അടുത്ത് അല്ലാതെ വേറെ ആരുടെ അടുത്ത് നമ്മൾ പോകാൻ പറ്റുന്നല്ലേ. പക്ഷെ അമ്മ നമ്മുടെ സഹനങ്ങൾ നമ്മൾ കുറച്ച് തരാമോ എന്ന് ചോദിച്ച് നമ്മൾ ചെല്ലുമ്പോൾ അമ്മ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഈ ഈശോയെ മടിയെ കിടത്തി നമ്മളോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടോ, എന്റെ ജീവിതത്തിൽ ഇതൊക്കെയായിരുന്നു എനിക്ക് ദൈവം നൽകിയ അനുഭവങ്ങൾ. എന്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ ഓടിയിട്ടുണ്ട്, അവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ കണ്ടോ, അവന്റെ ചേതനേറ്റ ശരീരമാണ് എന്റെ മടിയിൽ കിടക്കുന്നത്. ഇതൊക്കെ എനിക്ക് താങ്ങാനാവുന്നതിനപ്പുറമാണെന്ന് നിനക്കറിയാമല്ലോ. എന്നിട്ട് നിന്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ സഹനങ്ങളുമായിട്ട് നീ എന്റെ അടുത്ത് വരുമ്പോൾ, ഈശോയുടെ ശിഷ്യനാവാൻ നീ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ശിഷ്യൻ ഗുരു നടന്ന അതേ വഴി നടക്കണം. ഗുരുവിന്റെ വഴി കുരിശിന്റെ വഴിയായിരുന്നു. ഗുരുവിന്റെ വഴി സഹനത്തിന്റെയും തിരസ്കരണത്തിന്റെയും വഴിയായിരുന്നു. ഗുരുവിന്റെ വഴി വേദനയുടെ വഴിയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈശോയുടെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന നീ അവന്റെ വഴിയിൽ നടക്കുന്നില്ല? പിന്നെ നിനക്ക് എങ്ങനെ അവന്റെ ശിഷ്യനാവാൻ സാധിക്കും? ഞാൻ അങ്ങനെ നടന്നതാണ്. ഞാൻ അങ്ങനെ ഏറ്റവും മനോഹരമായിട്ട് ആ നടപ്പ് പൂർത്തിയാക്കിയതാണ്. ഈശോ നടന്നുപോയ കാൽപ്പാടുകളെ ഏറ്റവും അടുത്ത് അനുകരിച്ചതാണ്. ഈശോ ശരീരത്തിൽ സഹിച്ചപ്പോൾ ഞാൻ മനസ്സിലും ഹൃദയത്തിലും സഹിച്ചവളാണ്. ഹൃദയത്തിലുള്ള വാള് കടന്നു പോകുന്നൊക്കെയുള്ള അതിനോർത്താൽ മതി. അങ്ങനെ ജീവിച്ചത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥ, അല്ലെങ്കിൽ ഏറ്റവും ഈ പറയുന്ന പോലെ ഏറ്റവും ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ട് മാറിയത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ചെറിയ സഹനങ്ങളും ചെറിയ സങ്കടങ്ങളുമായിട്ട് അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മ നമ്മളെ നോക്കി വെല്ലുവിളിക്കുവാണ്. അത് ഈശോയുടെ സഹനത്തോട് ചേർത്ത് സഹിക്കാനാണ് ഈശോ തന്നേക്കുന്നത്. അതിനുള്ള ശക്തി നമുക്ക് തരുകയും ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രാർത്ഥിക്കേണ്ടെന്നല്ല കേട്ടോ. അപ്പൊ ദൈവം നൽകുന്ന സഹനങ്ങളെ സ്വീകരിക്കാനും ദൈവികമല്ലാത്ത സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമുക്ക് പ്രാർത്ഥനയിൽ മാറ്റാനും പരിശ്രമിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി പരിശുദ്ധ അമ്മയുടെ നമ്മുടെ റോള്, അമ്മയുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. പിന്നെ മറിയത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട ഒരു കാര്യം, മറിയം എന്ന അത് സഭ എന്തുകൊണ്ടാണ് മറിയത്ത് ഇത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ തിരുസഭയെ കുറിച്ചുള്ള ഡോക്യുമെന്റ് ഉണ്ട്, ലൂമൻ ജെൻസിയം എന്ന് പറയും. ലൂമൻ ജെൻസിയം, ഈ ലൂമൻ ജെൻസിയത്തിന്റെ ഏറ്റവും അവസാനത്തെ ഖണ്ഡിക, ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ മറിയത്തെക്കുറിച്ച്. അത് പറയാൻ കാരണം, മറിയത്തെക്കുറിച്ച് സെപ്പറേറ്റ് ഒരു ഡോക്യുമെന്റ് വേണമെന്നൊക്കെ ഈ പറയുന്ന പോലെ കൗൺസിൽ പിതാക്കന്മാരുടെ ഇടയിൽ ഒരു ആശയം ഉണ്ടായിരുന്നു. മറിയത്തെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ടൊരു ഡോക്യുമെന്റ് വേണം. പക്ഷെ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കിയില്ലെന്ന് മാത്രമല്ല, മറിയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് സഭയോട് ബന്ധപ്പെടുത്തി
സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ലൂമൻ ജെൻസിയം, ജനതകളുടെ പ്രകാശം എന്നുള്ള സഭയെക്കുറിച്ചുള്ള ഡോക്യുമെന്റിന്റെ അവസാനത്തെ ചാപ്റ്ററിൽ മറിയത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചു. അതിന്റെ അർത്ഥം മറിയത്തെ സഭയുടെ മാതൃകയായിട്ടും അല്ലെങ്കിൽ സഭ പിന്തുടരേണ്ട റോൾ മോഡലായിട്ടും സഭയുടെ തന്നെ ഒരു പിക്ചറായിട്ട്, ഇമേജറി ആയിട്ട് മറിയത്തെ വെക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരാണ് സഭ, അല്ലെ എന്താണ് സഭ? സഭ എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ ശരീരമാണ്, അല്ലെങ്കിൽ ഈശോയെ പിന്തുടരുന്ന, കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞ പോപ്പുലർ അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞാൽ ഈശോയെ പിന്തുടരുന്ന, ഈശോയെ ഫോളോ ചെയ്യുന്ന ക്രിസ്തു ശിഷ്യരുടെ സമൂഹമാണ് സഭയെന്ന് പറയുന്നത്. ആദ്യത്തെ ക്രിസ്തു ശിഷ്യ ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ മറിയമാണ്. ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിച്ച് പറയുന്ന വചനമാണ്. എന്താ, ഈശോയെ കാണാൻ വേണ്ടിയിട്ട് മറിയവും അമ്മയും ശിഷ്യന്മാരും സഹോദരന്മാരും വരുമ്പോൾ ഈശോ അവരോട് പറയും, അമ്മരോട് നോക്കിയിട്ട് പറയും, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും, അല്ലെങ്കിൽ അപ്പം ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരെന്ന് പറയും. അപ്പം നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും അത് മറിയത്തെ ഒന്ന് ഇരുത്തി പറഞ്ഞാണ് അമ്മയ്ക്ക് എന്തോ അമ്മയൊന്നും വേണ്ട, ഇനി ബന്ധുക്കളൊന്നും വേണ്ട, ഈശോയുടെ വചനം കേൾക്കുന്നവരെയാണ് ഈശോയ്ക്ക് ഇഷ്ടം എന്ന രീതിയിൽ നമ്മൾ പറയും. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, അങ്ങനെയല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാം, ദൈവവചനം കേൾക്കുന്നവർക്ക് ഈശോയുടെ അമ്മയ്ക്ക് അടുത്ത സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സഹോദരങ്ങൾക്ക് അടുത്ത സ്ഥാനം ഉണ്ടെന്ന് പറയാം. അതല്ല, മറിയം അവിടെ വചനം കേൾക്കുന്നില്ല എന്നല്ല പറഞ്ഞേക്കുന്നത്, മറിച്ച് എൻ്റെ അമ്മ എനിക്കറിയാം, ഞാൻ ഈ വചനം പറയുമ്പം അത് കേൾക്കാൻ വന്നെത്തിയേക്കുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് അമ്മയെ കാണാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഉടനെ വിഷമിക്കുന്ന ആളൊന്നുമല്ല എൻ്റെ അമ്മ. കാരണം എൻ്റെ അമ്മ എന്നുള്ള ഒന്നാന്തരമായിട്ട് വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന, വചന ഹൃദയത്തിൽ സംഗ്രഹിച്ചേക്കുന്ന, നിങ്ങൾ ആരെക്കാൾ നന്നായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളാണ് അമ്മ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈശോയുടെ വചനങ്ങളെ അമ്മയോളം അനുസരിച്ചവൾ, സ്വീകരിച്ചവൾ, മനസ്സിലാക്കിയവൾ വേറെ ആരും ഇല്ല. അപ്പം സഭ മനസ്സിലാക്കുന്നത്, മറിയത്തെ ഫോളോ ചെയ്താൽ, മറിയത്തിന്റെ രീതി അല്ലെങ്കിൽ മറിയത്തിന്റെ വഴി പോയാൽ യഥാർത്ഥത്തിൽ സഭ ചെല്ലേണ്ട വഴിയിലൂടെ ചെല്ലും, ഈശോയാകുന്ന ലക്ഷ്യത്തിൽ ചെല്ലുമെന്ന് സഭയ്ക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് സഭയെ എപ്പോഴും മറിയത്തെ എപ്പോഴും സഭയുടെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ റോൾ മോഡലായിട്ട്, മാതൃകയായിട്ട് വെച്ചേക്കുന്നത്. മറിയം പോയ വഴിയിലൂടെ തന്നെ പോകേണ്ടവരാണെന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഓഗസ്റ്റ് 15 പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കാറുണ്ട്, മറിയത്തിന്റെ അസംഷൻ അല്ലെ. അപ്പൊ ആ അസംഷന്റെ സമയത്ത് നമ്മൾ തിരിച്ചേണ്ട കാര്യം, ഇന്ന് ഈ സ്വർഗത്തിൽ ഈശോയുടെ കൂടെ അല്ലെങ്കിൽ സ്വർഗീയ മഹത്വത്തിൽ രണ്ട് പേരെ ആത്മശരീരങ്ങളോടുകൂടി ആയിട്ടുള്ളൂ. ആത്മശരീരങ്ങളോടുകൂടി ഇന്നും ഉള്ളത് അത് ഒന്ന് ഈശോയും, രണ്ട് പരിശുദ്ധ അമ്മയുമാണ്. മറ്റാരും, ഇപ്പം നമ്മളെല്ലാ വിശുദ്ധരെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. വിശുദ്ധരെല്ലാവരും സ്വർഗത്തിലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആത്മാക്കളാണ് സ്വർഗത്തിൽ എന്നുള്ളതാണ് സഭയുടെ ബോധ്യം. അവരുടെ എല്ലാം ശരീരങ്ങൾ ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ഉയർത്തെഴുന്നേൽക്കും. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ ഇവരുടെ എല്ലാവരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചെല്ലുന്ന ശരീരങ്ങളുടെ ഉയർപ്പ് അല്ലെ, ശരീരങ്ങളുടെ ഉയർപ്പ്. പക്ഷെ ശരീരത്തോടുകൂടി ഇപ്പോൾ നിലവിൽ സ്വർഗത്തിലുള്ളത് രണ്ട് പേരാണ്. അത് ഒന്ന് ഈശോയും, രണ്ട് പരിശുദ്ധ അമ്മയും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സ്വർഗാരോഹണ തിരുനാളിന്റെ അന്ന് നമ്മൾ ചൊല്ലും, പ്രാർത്ഥിക്കും, ആത്മശരീരത്തോടു കൂടി പരിശുദ്ധ അമ്മ തന്റെ ഇഹലോകവാസത്തിന്റെ ഒടുവിൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്നുള്ളത്. അത് സൂചിപ്പിക്കുന്നത് സഭയ്ക്കും ലഭിക്കാനിരിക്കുന്ന മഹത്വീകരണത്തെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും കടന്നു പോകേണ്ട മഹത്വീകരണത്തെ കുറിച്ചാണ്. ഈശോയുടെ ഉത്ഥാനം സൂചിപ്പിക്കുന്നത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യജീവിതത്തെ കുറിച്ചാണ്. അതായത് ഈശോ പൂർണ്ണ മനുഷ്യനായിരുന്നു അറിയാം. അപ്പൊ ഈശോയാണ് പെർഫെക്റ്റ് മോഡൽ. ഒരു മനുഷ്യൻ കടന്നു പോകേണ്ട എല്ലാ കാര്യങ്ങളും, ജനനം, സഹനം, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം, പരീക്ഷകൾ, ദുരിതങ്ങൾ, പ്രലോഭനങ്ങൾ, അതെല്ലാം ഉണ്ട്. ആ പ്രലോഭനങ്ങളിലൊക്കെ എങ്ങനെ പെരുമാറണം ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഈശോയാണ് പെർഫെക്റ്റ് മോഡൽ. ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് എന്ന് ഹെബ്രായ ലേഖനം ഈശോയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു യുവാവ്, അപ്പം നമ്മളിപ്പോ യൂത്ത് ആയതുകൊണ്ട് ഒരു യുവാവ് എങ്ങനെയാണ് ഈ തന്റെ ക്രൈസ്തവ ജീവിതം, ക്രൈസ്തവ വിശ്വാസം കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഈശോയെ നോക്കിയാൽ മതി. ഈശോയ്ക്ക് നേരിട്ടേക്കുന്നത് പോലെയുള്ള പ്രലോഭനങ്ങൾ നമുക്കും ഉണ്ടാവും. ഈശോയ്ക്ക് നേരിട്ടേക്കുന്ന പോലെ സഹനങ്ങളും, തിരസ്കരണങ്ങളും, വേദനകളും, സന്തോഷങ്ങളും, വിജയങ്ങളും, സ്വീകരണങ്ങളും നമുക്കുണ്ടാവും. അപ്പം അപ്പോഴല്ല ഈശോ പുലർത്തിയ മനോഭാവം നമുക്ക് പുലർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഈശോയുടെ ജീവിതത്തെ നോക്കുക. ഈശോയ്ക്കുള്ള പോലെ മരണവും ഉണ്ടാവും, എന്നാൽ ഈശോയ്ക്ക് ഉണ്ടായതുപോലെ ഒരു ഉയർപ്പ് നമുക്കുണ്ടാവും. ഈശോയ്ക്കുള്ളതുപോലെ ഒരു സ്വർഗീയ ജീവിത, സ്വർഗാരോഹണം, നമ്മുടെ ശരീരങ്ങളും ഈശോയുടെ ശരീരം ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കും. സെയിം ആണ് പരിശുദ്ധ അമ്മയുടെ കാര്യത്തിൽ. അമ്മയെ പോലെ തന്നെ നമ്മൾ ഈ ലോകത്തിൽ ഏറ്റവും നിർമ്മലമാണ്. അമ്മയും പാപം ചെയ്തിട്ടില്ലെന്ന് അറിയാലോ അല്ലെ. അമ്മയും പാപം ചെയ്തിട്ടില്ല. ദൈവം പ്രത്യേകമായിട്ട് ജന്മപാപത്തിൽ നിന്ന് പോലും പരിശുദ്ധ അമ്മയെ സംരക്ഷിച്ചു പിടിച്ചു എന്നുള്ളതാണ് സഭയുടെ ബോധ്യം. അമരോത്ഭവയായിരുന്നു അവള്. അങ്ങനെ നിർമ്മലയായി, നിഷ്കളങ്കയായി അവളും ജീവിച്ച് ഈ ഭൂമിയിൽ അവളുടെ ജീവിതം അവസാനിച്ചപ്പോൾ അവളുടെ ശരീരത്തെയും ദൈവം ജീർണതയ്ക്കോ അഴുകലിനോ വിട്ടുകൊടുത്തില്ല.
അവളുടെ ആത്മാവിനോടൊപ്പം അവളെ കൂടി സ്വർഗത്തിലേക്ക് കരയറ്റി. നമ്മളും അതുപോലെ നിർമ്മലരായി നിഷ്കളങ്കരായി ദൈവഹിത പ്രകാരം ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ മഹത്വത്തിന്റെ ഒരു മുന്നോടിയാണ്, മുന്നാസ്വാദനം, അല്ലെങ്കിൽ ഒരു 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 ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പരിശുദ്ധ അമ്മയും എന്നൊക്കെ ഓർത്തിരിക്കാം. നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ട് ഈശോയെ മുഖാഭിമുഖം കണ്ടവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം വിശുദ്ധമാണെന്നും നിർമ്മലമാണെന്നും ശരീരത്തിൽ പാപം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ശരീരത്തെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ ശരീരത്തിന്റെ മാന്യതയെക്കുറിച്ചൊക്കെ സഭ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധ അമ്മ ആരാണെന്ന് പറഞ്ഞു. ദൈവം തന്റെ പുത്രന് ജന്മം കൊടുക്കാൻ അവളെ കണ്ടെത്തിയതാണ് അവളുടെ ഏറ്റവും വലിയ യോഗ്യത എന്ന് നമ്മൾ മനസ്സിലാക്കി. പരിശുദ്ധ മറിയത്തിന് കൊടുക്കുന്ന വണക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഏറ്റവും ഉന്നതമായ വണക്കം കൊടുക്കാൻ കാരണം ദൈവം കണ്ടെത്തിയവൾ ഒരു തരത്തിലും പാപത്തിന് യാതൊരു അവകാശവും അവളില്ല. എല്ലാ പാപങ്ങളിൽ നിന്നും ദൈവം അവളെ പ്രിസർവ് ചെയ്തു, സംരക്ഷിച്ചു. പരിശുദ്ധ അമ്മയുടെ ഉത്ഭവം പോലും നിർമ്മലമായിരുന്നു എന്ന് നമുക്കറിയാം. വീണ്ടും നമ്മൾ മറിയത്തിന്റെ റോള് മനസ്സിലാക്കി, അല്ലെങ്കിൽ മറിയത്തിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാണെന്ന് മനസ്സിലാക്കി. ഇനി ഏറ്റവും അവസാനത്തത് മറിയത്തിന്റെ ദൗത്യം എന്താണെന്നുള്ളതാണ്. അത് ഏറ്റവും നല്ല ക്രിസ്തു ശിഷ്യരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. അതായത് കുരിശിന്റെ ചുവട്ടിൽ വെച്ചിട്ട് പരിശുദ്ധ അമ്മ യോഹന്നാനോടും പറയുന്നൊരു കാര്യം, ഈശോ യോഹന്നാനോട് പറയുന്ന, പരിശുദ്ധ അമ്മയെ നിന്റെ അമ്മയായി സ്വീകരിക്കുക. നേരെ തിരിച്ച് യോഹന്നാനോട് നിന്റെ അമ്മയായിട്ട് ഈ യോഹന്നാനെ നീ സ്വീകരിക്കുക, മറിയത്തെ സ്വീകരിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫലമേൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വെറുതെ മറിയത്തിന്റെ ഇനി ഈശോ പോയി ഇനിയിപ്പോ ആരാ മറിയത്തെ നോക്കാനുള്ളത്, അങ്ങനെ മറിയത്തിന്റെ ആ ഭൗതികമായിട്ടുള്ള കാര്യം നോക്കി ഏൽപ്പിക്കാൻ വേണ്ടി യോഹന്നാനെ ഏൽപ്പിച്ചു കൊടുത്തതോ, ഈശോയുടെ സ്ഥാനത്തും യോഹന്നാനെ മറിയത്തിന് അമ്മയെ കൊടുത്തതോ അല്ല, മറിച്ച് ഈശോയ്ക്കൊരു ലക്ഷ്യമുള്ളൂ. ഈശോ പിതാവായ ദൈവത്തിന്റെ ഏക ജാത